ഹലോ ഗൈസ്, ഐ എം ബാക്ക്. ആരെ അടിക്കാനൊന്നും വരില്ല, എനിക്കറിയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഞാൻ ഇവിടെ വെക്കേഷന് പോലും വന്നില്ല. ക്രിസ്മസ് കഴിഞ്ഞു. എന്ത് ചെയ്യാൻ, സിറ്റുവേഷനാണ്. സത്യമായിട്ട് എനിക്ക് പറ്റാതെ, ആഗ്രഹിക്കാത്തതല്ല. ഞാൻ പാർട്ടായിട്ട് ഓരോ സ്റ്റോറീസിൻ്റെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെന്ന് പോലും എനിക്കറിയത്തില്ല. കുറച്ച് പേരെങ്കിലും എൻ്റെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ ചാനൽ ഇട്ടിട്ടൊന്നും പോകത്തില്ല, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇടും, സ്റ്റോറീസ് എന്തായാലും ഇടും. പക്ഷേ എനിക്ക് ടൈം ഡിലേ എടുക്കും. സത്യമായിട്ട് നല്ലപോലെ ഒരു ഡിലേ വരും. അത് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു കാണും എന്നെനിക്കറിയില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല, എൻ്റെ ഒരു സ്പെഷ്യൽ പേഴ്സണ് വേണ്ടിയിട്ടാണ്. ഈ ചാനൽ വേണ്ടാന്ന് വയ്ക്കാൻ നിന്ന ഒരു നിമിഷത്തിലേക്ക് ഈ ചാനലിൻ്റെ പാർട്ടായിട്ട് വന്നൊരു കക്ഷിയാണ്. അപ്പം ആ കക്ഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ അറിയണം, ആ കക്ഷി ആരാന്ന് അറിയണം. ഒരു കുറച്ച് പേർക്ക് അറിയാം. എനിക്ക് മെസ്സേജ് ഇട്ട, ഇൻസ്റ്റയിലും അല്ലാതെ എനിക്ക് മെസ്സേജ് ഇട്ട പർട്ടിക്കുലർ പേഴ്സൺസിന് തെറ്റിപ്പോയി, എന്തെങ്കിലും ആയിക്കോട്ടെ, കൈ പറക്കണം പട്ടാരും. കുറച്ച് പേർക്ക്, നമ്മളെ ചാനലിൻ്റെ പാർട്ടായിട്ടുള്ള കുറച്ച് പേർക്ക് അറിയായിരിക്കും ഈ പേഴ്സൺ ആരാണ്, എന്താണ് എന്നൊക്കെ. പറയാം. ഇനി ന്യൂ ഇയർ മാത്രമല്ല, ഇത് നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ റൈറ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാമാണ് അയാൾ. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഒരു ഏട്ടത്തി സ്ഥാനത്ത് വന്നതാണ്. ഒരു ഗ്രൂപ്പ് വൈസ് ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് വന്ന സാധനമായിരുന്നു. പക്ഷെ ഞാൻ ചേച്ചിയായിട്ടാണ് കണ്ടത്, എൻ്റെ ഏട്ടത്തിയായിട്ടൊന്നും ഞാൻ കണ്ടില്ല. വിധിയുടെ വിളയാട്ടോടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് വന്നു. ഫസ്റ്റ് എനിക്ക് എന്ത് പറയാൻ, ഇയാളെക്കുറിച്ച് ഭയങ്കര ബഹുമാനവും ഭയങ്കര കാര്യം തോന്നിയ ആളായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ ആ പേടിയെല്ലാം മാറിത്തുടങ്ങി. പാർട്ട് ഓഫ് ലൈഫ് എന്ന് അറിയത്തില്ലേ, അങ്ങനെ എൻ്റെ ഒരു ഓക്സിജനായിട്ട് മാറിയ അയാൾ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമായിട്ട് ഞാൻ തന്നെ ഇപ്പം ആലോചിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് അത്രയും കൂട്ടായത്. ഒറ്റൊരു ദിവസം വിളിക്കാതെ ഞാൻ ശ്വാസം മുട്ടി ചത്തോ മനുഷ്യൻ. നമ്മൾ ശ്വാസം ഇല്ലാതെ നമ്മൾ ഇരിക്കാൻ പറ്റൂല നമ്മൾ പറയത്തില്ലേ, അതേപോലെയാണ്. എനിക്ക് ശ്വാസം മാത്രമല്ല അയാൾ, എനിക്ക് എൻ്റെ എല്ലാമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോഴും നോക്കുകയാണ്, അന്ന് എൻ്റെ ചേച്ചിയായിട്ട് വന്നിട്ട് എനിക്ക് ദിവസവും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റൊക്കെ, ഒന്നും സംസാരിക്കത്തില്ല, അതിട്ടിട്ട് പോയിരുന്നു. എന്ത് പറയാൻ, സ്ട്രേഞ്ചർ ടു ദ വിത്ത് മൈ ഓൾ പേഴ്സൺ എന്നൊക്കെ പറയൂലേ, അമ്മാതിരി ഒരു സാധനമായി മാറി ആ ഒരു സാധനം. അയാളിപ്പോൾ ജനിച്ചിട്ട് ഇത്ര വർഷം, അതിന് ഏജൊന്നും പറയുന്നില്ല. അയാൾക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. ഇത്രയോ വർഷമായി ജനിച്ചിട്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും കൊണ്ടുപോകണ്ട, ഒരു മിഡിൽ ഏജ്. എൻ്റെ ചേച്ചിയാണ്, എനിക്ക് 18 വയസ്സാണ്. അപ്പോൾ എന്നെ അങ്ങോട്ട് മൂത്തതായിരിക്കും, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതിപ്പം എൻ്റെ ഓൺ വോയിസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ നിങ്ങൾ എൻ്റെ ഓൺ വോയിസ് കേൾക്കുന്നത്. എന്തൊക്കെയോ കാര്യത്തിന് തെന്നി മാറുന്നു. അത് വിട് ഇനഫ്. അപ്പം ആ പേഴ്സൻ്റെ ബർത്ത്ഡേ നിന്നു, അതായത് നമ്മുടെ ചാനലിൻ്റെ ദേവാക്ഷി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ചാനലിലെ ഒരു ഇനിഷ്യൽ സ്റ്റോറിയാണ്. എൻ്റെ ചാനൽ എന്താണെന്ന് കുറേ പേര് അറിഞ്ഞൊരു സ്റ്റോറിയാണ് ദേവാക്ഷീൻ്റെ റൈറ്ററാണ്. കുറേ സ്റ്റോറീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ റിലീസ് ചെയ്യാത്തതാണ്. ഇനി മിക്കതും വരാൻ പോണ അതിൻ്റെ സ്റ്റോറിയാണ്. അങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾക്ക് എൻ്റെ നമ്മളെ ചാനലിൻ്റെ റൈറ്ററെന്ന് നിങ്ങൾക്കറിയൂ. ബട്ട് ഈ ഒരു ചാനലിൽ ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അത് മാത്രം കാരണം അത് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ ചാനൽ പൂട്ടിക്കെട്ടി പോകാമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയായിരുന്നു. കാരണം ഒരു പോയിൻ്റ് എത്തിയപ്പം എനിക്ക് എന്ത് ചെയ്യാനാ, സ്റ്റോറി ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പം ആ ഒരു ടൈമിന് വന്ന്, എടി നീ ഇത് എഡിറ്റ് ചെയ്ത് താ, അത് എഡിറ്റ് ചെയ്ത് താ എന്ന് പറഞ്ഞിട്ട്, നീ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ മടി ചേച്ചിക്കുട്ടി, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് തോന്നുന്നില്ല ഇടാൻ. അത് പറഞ്ഞതിൻ്റെ
ഇതിൻ്റെ പുറത്താണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി ത്വര കയറി വീണ്ടും സ്റ്റോറികൾ ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പോൾ വീണ്ടും ബ്രേക്ക് എടുത്തപ്പം എടി നീ വീഡിയോ ഇട്, എനിക്ക് ചെയ്ത് കഴിഞ്ഞ വീഡിയോകൾ നീ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇട്ടിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് 1800 എത്രയോ സംതിങ് ആയി. ഇത്രയും കയറിയിട്ടുണ്ടെങ്കിൽ കാരണം അത് മാത്രമായിരിക്കും, അല്ലാതെ വേറെ ഒറ്റ മനുഷ്യനുമല്ല. അത് ഒറ്റ ഒരാളാണ് എൻ്റെ ചാനൽ ഇത്രയും എങ്കിലും ആക്കിയെടുത്തത് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ചാനൽ അത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും കൊണ്ടെത്തിച്ചത്. അപ്പം ചേച്ചിക്കുട്ടി മാത്രമല്ല നിങ്ങളെനിക്ക്, എൻ്റെ ലവാണ്, എല്ലാമാണ്. എനിക്ക് പറയാനുള്ളത് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എനിക്ക് നിങ്ങളില്ലാതെ ഒറ്റ ദിവസം പറ്റത്തില്ല. എനിക്ക് നിങ്ങളെല്ലാം പ്രാന്താണ്. അത് നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അന്ന് ഹാപ്പി ആയിട്ട് നിങ്ങളെ ഞാൻ വയ്ക്കും. ഒരിക്കലും എന്നെ കൂട്ടിയാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. ഞാൻ ഇവള് കൂടെ ഉണ്ടായിട്ട് ഞാൻ നശിച്ചല്ലോ എന്ന് നിങ്ങൾ തോന്നാത്ത വിധത്തിൽ നിങ്ങളെ എൻ്റെ ലൈഫോടെ ഞാൻ ചേർത്ത് പിടിക്കും. ഇനിയുള്ള ബർത്ത്ഡേയും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. എനിക്ക് ഇതിൻ്റെ അപ്പുറം പലതും ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന ദിവസം ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും നന്നായിട്ട് നിങ്ങളെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. ഉറപ്പ്, വാക്ക്, എന്ന് ഞാൻ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നും സന്തോഷിച്ച് ഇരിക്കുന്നതിന് എനിക്ക് സന്തോഷവും. പിന്നെ എന്തുവാ, ഞാൻ എന്നും കൂടെ ഉണ്ടോ, എനിക്ക് അത്രയും പറയാനുള്ളൂ. എന്നും എന്തിനും എന്ത് തെണ്ടിത്തരമായാലും തൊട്ടിത്തരമായാലും എന്തിനാണെങ്കിലും കൂടെ ഉണ്ടായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. വേറെ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ, സീ യു. ലവ് യു ചേച്ചിക്കുട്ടി.